ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച 7 പുസ്തകങ്ങളുടെ പ്രകാശനം ഒരുമിച്ച് നടത്തപ്പെടുകയാണ്. ഏകദേശം 43 വർഷം മുമ്പ് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഈ പുസ്തകങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു കേരളത്തിലെ അറിയപ്പെട്ട ഒരു പ്രസാധക സംഘമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ ഇവിടെ വരാറുണ്ട്, പുസ്തക പ്രകാശനം നടക്കാറുണ്ട്. ഇപ്രാവശ്യവും നമ്മൾ 7ഓളം പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഏറെ ആഹ്ലാദമുള്ളൊരു കാര്യം, ഇതിൽ ഓരോ പുസ്തകവും പല നിലക്കും ജ്ഞാനമായി അതിവൈകാരികമായി ബന്ധപ്പെട്ട ആളുകളുടെ പുസ്തകമാണ്. ഇന്ന് അതിലേറ്റവും പറയേണ്ടത് എനിക്ക് റഹ്മാൻ മുന്നൂരി വിവർത്തനം ചെയ്ത ഇബ്നു തുഫൈലിൻ്റെ ഹയ്യ് ബിൻ യഖ്ദാൻ എന്ന ഈ ചെറു നോവലാണ്. ഈ നോവൽ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, റഹ്മാൻ മുന്നൂരി കേരളത്തിൽ ജീവിച്ച കലാസ്നേഹിയായ, വിവർത്തകനായ, ഗാനരചയിതാവായ ഒരു സൂഫി ജീവിതം നയിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു. രണ്ടാമത്തേത് UK അബൂ സഹലയുടെ ജീവിതയാത്ര എന്ന ഈ പുസ്തകം. UK അബൂ സഹല എന്നത് എൻ്റെ കാവ്യ ജീവിതത്തിലും എൻ്റെ ഗാനരചനാ ജീവിതത്തിലും ഹൃദയത്തിൽ ഏറ്റി നടന്ന മഹാനായ ഒരു മനുഷ്യനാണ് UK ഇബ്രാഹിം മൗലവി എന്ന UK അബൂ സഹല. ആഹ്ലാദകരമായ വൈകാരികമായ ഒരു സന്ദർഭത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി ഈ പുസ്തകങ്ങളിലേക്ക് നിങ്ങളുടെ എല്ലാ വായനയുടെ ലോകത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. മധ്യപൗരസ്ത്യ ദേശങ്ങളിലൂടെ ഒരു യാത്ര, ജോർദാൻ, ഫലസ്തീൻ, ഈജിപ്ത്, സുബൈർ കുന്നമംഗലം. ഇവിടെ പരാമർശിക്കാത്ത പുസ്തകമായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പേരെടുത്ത് പറഞ്ഞത്. ആ പുസ്തകം അടക്കം പിന്നെ GK രത്നാട്ടുകാരുടെ ഒരു പുസ്തകത്തെ സംബന്ധിച്ചു 2 പുസ്തകങ്ങളെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു. അതുപോലെ മുഹമ്മദ് നബി, മാനവികതയുടെ പൂർണ്ണത, സയ്യിദ് സുലൈമാൻ നദവി, കുഴിമാറ്റം, അഷ്റഫ് കീഴ്വറവ്. സ്വദേശികളായാലും നിവാസികളായിരുന്നാലും അവരിൽ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഉയർച്ചയാണ്, പുരോഗതിയാണ്. അതിൽ പ്രധാനപ്പെട്ടത് സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ ഉന്നതിയാണ്. ആ 1982 സമാരംഭം കുറിച്ച ഈ പുസ്തകമേളയുടെ ഓരോ വർഷവും നീണ്ടു നിൽക്കുന്ന ഈ വേള, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയും വിശിഷ്ട കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഉയർന്ന തരത്തിൽ ഇത്തിരി ശാന്തമായും അച്ചടക്കപൂർണമായും നടത്തുന്ന സമ്മേളനം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് സംശയമാണ്. അത് അത്രയും പ്രൗഢവും എന്നാൽ സൗന്ദര്യപൂർണവുമായ ഈ സമ്മേളനമാണ്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചകൻ്റെതാണ്. ഇത് അമിലത്ത ഫത്തൻഹു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ സൗമാന്യത്തോടു കൂടി അത് ചെയ്യാനാണ്. 700-ലധികം പ്രകാശനത്തിൻ്റെ അവസരങ്ങൾ കാത്തിരിക്കുമ്പോൾ 240ഓളം പുസ്തകങ്ങളുടെ പ്രകാശനം മാത്രമാണ് ഈ ഹാൾ അനുവദിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് വലിയ അംഗീകാരമാണ് ലഭിച്ചിട്ടുള്ളത്. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuma.